നമസ്തേ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് തിരുവാറന്മുളയപ്പൻ്റെ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് ഉള്ള കണ്ണങ്ങാട്ട് മഠം എന്ന ചെറിയ ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രകൃതി സൗന്ദര്യവും അതുപോലെ ഇവിടുത്തെ മാഹാത്മ്യവും ഒന്ന് പങ്കുവയ്ക്കണമെന്ന് ഞാൻ ഭഗവാൻ എന്നെ അതിന് നിയോഗിച്ചതായിരിക്കാം. ഭഗവാന്റെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ വെളിവശത്ത് നിന്ന് മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. കണ്ണങ്ങാട്ട് മഠം ഇവിടെ തെക്കേടത്തില്ലത്തെ അവർക്കായിരുന്നു ഈ അടുത്ത ഏരിയയിലെ പാടങ്ങൾ മുഴുവൻ അവരുടെ അധീനത്തിലായിരുന്നു. ഇവിടം നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഭാഗ്യവശാൽ എനിക്കിവിടോട്ടൊന്ന് ഇപ്പോൾ കയറാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതും ഭഗവാന്റെ നിയോഗം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ പങ്കുവയ്ച്ചു തരുന്നുണ്ട്. ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യത്തെ കുറിച്ച് ഇവിടുത്തെ കമ്മിറ്റിയിലെ നിയുക്തനായിരിക്കുന്ന പ്രസിഡൻ്റാണ് സെക്രട്ടറി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കും. പറഞ്ഞു. നമ്മുടെ കണ്ണങ്ങാട്ട് മഠത്തിനെ സംബന്ധിച്ചുള്ള മണ്ഡല മകരകളും വിളക്കിൻ്റെ ചിറപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ഇവിടെ നടക്കാൻ പോകുന്നത് NSSൻ്റെ കരയോഗമാണ്. അതിൻ്റെ കരയോഗത്തിനെ സംബന്ധിച്ചുള്ള നടപടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് മറ്റു ഭാരവാഹികളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ണങ്ങാട്ട് മഠത്തിൻ്റെ വെളിയിലുള്ള ദൃശ്യങ്ങൾ, വെളിയിലല്ല, ഏകദേശം ഞാൻ അകത്ത് തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ കാണിച്ചു തരുന്നതാണ്. ഇന്നിപ്പം മകരവിളക്കിനോടനുബന്ധിച്ച് ഇവിടുത്തെ ഒരു കരയോഗത്തിൻ്റെ പൊതുയോഗം കൂടുന്നുണ്ട്. അതിനവരെല്ലാവരും കൂടെ വന്നിരിക്കുക ആയതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് തുറന്ന് ഇങ്ങോട്ട് കയറാനായിട്ട് ഭാഗ്യം ഉണ്ടായത്. അതും ഭഗവാന്റെ ഒരു നിയുക്തമാണ്. അല്ലെങ്കിൽ എനിക്ക് എത്താൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ ഞങ്ങൾ മുമ്പേ പോയപ്പോൾ എനിക്കിവിടെ തുറന്നു കിട്ടിയില്ല. നേരത്തെ ഇവിടെ ഉണ്ട്. ഞങ്ങളിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ എടുക്കാൻ പറ്റുമോ? എടുക്കാമോ? അല്ലാതെ അനുവാദം ചോദിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റുകയില്ലല്ലോ. അനുവാദം കിട്ടിയെങ്കിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അതൊരു ഭഗവാന്റെ കൃപ. ഇതാണ് കണ്ണങ്ങാട്ട് മഠം ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ആ ദൃശ്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഞാൻ പകർത്താൻ ഒരു അവസരം ഭഗവാൻ എനിക്ക് തന്നു. അത് നിങ്ങളുടെ എല്ലാം കൂടെ ഭാഗ്യം കൂടെയാണ്. ചേട്ടൻ്റെ വാക്കുകൾ പറഞ്ഞാട്ടെ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടെല്ലാം തെറ്റ്. ഐതിഹ്യം ഒരുപാടുണ്ട്. അത് അറിയാവുന്ന പഴയ ഞങ്ങളൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഐതിഹ്യത്തെ സംബന്ധിച്ച് ഇവിടെ വിളക്കാണ്, കെടാവിളക്കെന്നാണ് ഇതിനെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. വിഗ്രഹങ്ങളോ പൂജ അങ്ങനെ ഇല്ല. പൂജ ഇല്ലാത്തതുകൊണ്ട് കെടാവിളക്കാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഭഗവാൻ ഇവിടെ ആണെന്നുള്ളതാണ് അതിന്റെ ഐതിഹ്യം. ഉറങ്ങുന്ന സ്ഥലമാണിത്. ഇവിടെ വന്ന അങ്ങനെയുള്ള പണ്ട് ഇതൊക്കെ പഴിപ്പരയും വലിയ ഇത് തൊട്ടില് പതി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. എന്നാലും ഇപ്പോഴും ആൾക്കാർ വന്ന ഇതൊക്കെ അല്ല, തെക്കേടത്തെ ഇല്ലക്കാരുടെ വക ഇവിടെ കുറേ ഭൂമി, അന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമി, ഇവിടെ വളരെയധികം നെല്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്ന് തിരുവോണത്തിൻ്റെ നാളിൻ്റെ അന്ന് ഈ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആള് ഇവിടെ വന്ന് അവരുടെ വിഹിതം വാങ്ങാൻ വന്നു കഴിഞ്ഞിട്ട് ആ അമ്മേ അവരത് കൊടുക്കാതെ, അവർക്കുള്ള പങ്ക് കൊടുക്കാതെ അവരവിടെ മഴ നനഞ്ഞ് നിന്ന്, അതാണ് വെളിയിൽ കാണുന്ന. ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നിരുന്നു. ആ ആലിൻ്റെ ചുവട്ടിൽ തന്നെ ആ അമ്മ നിന്ന് ഭഗവാനെ വിളിച്ചു മനം നൊന്ത് തിരുവോണ നാളിൽ കരഞ്ഞ് വിഷമിച്ച ആ ഒരു ചരിത്ര സംഭവമാണ് ഞാൻ ഈ കണ്ണങ്ങാട്ട് മഠവുമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കാര്യം ആ അമ്മ വിഷമിച്ച ആ വിഷമം ഭഗവാൻ കേട്ടു. ഭഗവാൻ അങ്ങനെ ആ തെക്കേടത്തെ ഇലക്കാരിപ്പോഴും ആ ഒരു പരിഹാരാർത്ഥം
അവർ ഉണ്ണാവൃതം നോക്കുന്നുണ്ട്. കാരണം ഉണ്ണാവൃതം നോക്കി തിരുവോണത്തിൻ്റെ നാൾ ആരെങ്കിലും ഒരാൾ ആ ഉണ്ണാവൃതം നൊയമ്പ് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രവിധി പ്രകാരം അവർ വേണ്ടതെല്ലാം പിന്നെ ചെയ്യിച്ച് ക്ഷേത്രങ്ങൾ ഇവിടുത്തെ ഉപദേശക സമിതി ക്ഷേത്രോപദേശക സമിതിയാണ് ഈ ക്ഷേത്രം ഇത്രയും ഭംഗിയാക്കി മുന്നോട്ട് നീക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവരവരുടെ കമ്മിറ്റി കൂടാൻ ഒക്കെ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി. എന്തായാലും വളരെ ഭാഗ്യം, നിങ്ങളുടെ ഭാഗ്യം എൻ്റെ സുഹൃതവും. കാരണം ഇവിടെ അകത്ത് കയറി വന്നൊരു ഫോട്ടോ നിങ്ങൾക്ക് പകർത്തിയെടുത്ത് തരാൻ സാധിച്ചത് എൻ്റെ ജന്മസാഫല്യം. ഇനിയും അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ വേറെ ദിവസം പങ്കുവയ്ക്കുന്നതായിരിക്കും. നമസ്തേ.